നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. സ്നേഹേ, സ്നേഹേ, ഗുഡ് മോർണിംഗ് ഏട്ടത്തി. ഗുഡ് മോർണിംഗ്. ധനുഷ് എവിടെ? എണീറ്റിട്ടില്ല. ധനുഷ് രാത്രി എപ്പോഴാ വന്നേ? പോയി 1 മണിക്കൂർ കഴിഞ്ഞപ്പോ തന്നെ തിരിച്ചു വന്നല്ലോ. ഇന്നലെ രാത്രി ഞാൻ ഇവിടുന്ന് പറഞ്ഞു വിട്ടവൻ തിരിച്ചു വന്നോ? ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. എന്താ ഏട്ടത്തി? ഏയ് ഒന്നുമില്ല. ധനുഷിനും കൂടി ചായ കൊടുക്കും. ഇന്നലെ രാത്രി ഇവിടെ വന്നിട്ട് എന്റെ പ്ലാനിങ്ങിനെ കുറിച്ച് പറഞ്ഞ് പുച്ഛിച്ചായിരുന്നല്ലോ. ഇപ്പൊ എങ്ങനെയുണ്ട്? നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ധനുഷ് എങ്ങനെ തിരിച്ചു വന്നു. നിങ്ങളുടെ പ്ലാനും പദ്ധതിയൊക്കെ ഞാൻ നേരത്തെ കണക്ക് കൂട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ ആ പ്ലാൻ പൊളിക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും ഞാൻ ചെയ്തത്. അതനുസരിച്ചാണ് ധനുഷ് ഇവിടുന്ന് പുറത്തേക്ക് പോയത്. ധനുഷിന് പകരം നിങ്ങൾ പറഞ്ഞ സ്ഥലത്തേക്ക് പോയത് വേറൊരാളാണ്. ധനുഷ് തിരിച്ചു വരുന്നത് നോക്കി നിങ്ങൾ ഇവിടെ കാത്തിരിക്കുന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് ധനുഷ് പിൻവശത്ത് മതിൽ ചാടിയാ തിരിച്ചു വന്നത്. ഇനിയെങ്കിലും അവരുടെ ജീവിതം നശിപ്പിക്കാൻ നിങ്ങൾ ഇങ്ങനെ അവന്റെ പിന്നാലെ നടക്കരുത്. എന്നാലേ ഞാൻ നല്ലൊരു ചൂട് ചായിട്ട് തരട്ടെ. നല്ല ക്ഷീണവും കാണും. രാത്രി ധനുഷ് തിരിച്ചു വരുന്നതും കാത്ത് ഉറക്കമടിച്ചിരുന്നതല്ലേ? ഒരു രാത്രിയുണ്ട്, ഒന്നും അവസാനിക്കാൻ പോകുന്നില്ല. എന്റെ തന്ത്രങ്ങളെ നീ പൊളിച്ചു കാണും. അത് മറികടന്ന് അവൻ തിരിച്ചു വന്നും കാണും. പക്ഷേ ഇതോടെ അവന്റെ നാശം തുടങ്ങിക്കഴിഞ്ഞു. ഇതുവരെ അവൻ നാശത്തിന്റെ വക്കിലായിരുന്നു. പക്ഷേ ഇപ്പൊ അവൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. സത്യത്തിൽ അവരിപ്പോ ഭാര്യ ഭർത്താക്കന്മാരായി. ഇനി ധനുഷിന്റെ മേലുള്ള പൂർണ്ണ അവകാശം സ്നേഹയ്ക്ക് മാത്രം. ഇനിയെങ്കിലും ഈ കുടുംബം നശിപ്പിക്കാൻ നിൽക്കാതെ സന്തോഷമായിട്ട് ജീവിക്കാൻ നോക്ക്. അതല്ല, ഇനിയും ഇതുപോലെ തന്നെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ നന്ദേട്ട ചിലപ്പോൾ നിങ്ങളെ ഉപേക്ഷിച്ചെന്ന് വരും. പിന്നെ നിങ്ങൾ ഈ നെല്ലിശ്ശേരി തന്നെ ഉണ്ടാവില്ല. പക്ഷേ അപ്പോഴും ധനുഷ് ഇവിടെ തന്നെ ഉണ്ടാവും. സ്നേഹയുടെ ഭർത്താവായിട്ട്, അവളുടെ കുഞ്ഞുങ്ങളുടെ അച്ഛനായിട്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.